പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം ഏശയ്യ 46 4 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കും, ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വലിയൊരു ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഒരു വചനമാണ് ഇന്ന് ഈശോ നമ്മൾക്ക് പറഞ്ഞു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നത് ചുമലിലേറ്റി രക്ഷിക്കുന്നൊരു ദൈവത്തെ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. ഞാനും നിങ്ങളും വീഴുമെന്ന് വിചാരിക്കുമ്പോൾ, തളർന്നു പോകുമ്പോൾ ആശ്വാസം നൽകി, സ്വാതന്ത്ര്യം നൽകി നമ്മെ അവിടുത്തെ തോളിലേറ്റി സംരക്ഷിക്കുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ തിരുവചനത്തിലൂടെ ഇന്ന് നമ്മോട് പറയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ വാർദ്ധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലേക്ക് ജന്മം നൽകി ഞാനും നിങ്ങളും ജനിച്ച നാൾ മുതൽ നമ്മുടെ വാർദ്ധക്യം വരെ, മരണാനന്തരം വരെ ഈശോ എനിക്ക് നിങ്ങൾക്ക് നൽകുന്നൊരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, വാർദ്ധക്യം വരെ ഞാൻ അങ്ങനെ തന്നെയായിരിക്കുമെന്ന്. എങ്ങനെയാണോ ഈശോ നമ്മളെ സൃഷ്ടിച്ചത്, എങ്ങനെയാണോ ഈശോ നമ്മളെ സ്നേഹിച്ച്, അതുപോലെ നമ്മുടെ അവസാനം വരെ നമ്മെ സ്നേഹിക്കുന്നൊരു ദൈവത്തെ നമുക്ക് ഈ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. വചനം പറയുന്നു, നിങ്ങൾക്ക് നരബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കുമെന്ന്. ഈശോ പറയുന്നൊരു ഉറപ്പാണ്. പ്രിയപ്പെട്ടവർ, നരബാധിച്ച് ഞാനും നിങ്ങളും വീഴുന്നൊരവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ പോലും, ആ നിമിഷം പോലും എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുന്നൊരു ദൈവം, എന്നെയും നിങ്ങളെ വഹിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ലോകത്തിൽ ഒരു വ്യക്തികൾക്ക് നൽകാൻ സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിനും നൽകുവാൻ സാധിക്കുകയില്ല നമ്മുടെ രക്ഷകനായ ഈശോയ്ക്കല്ലാതെ. ആ ഈശോയ്ക്ക് മാത്രമേ ഇതുപോലൊരു ഉറപ്പ് എനിക്ക് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കുകയുള്ളൂ. ഈശോ പറയുന്നത് എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ വഹിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച ദൈവം, ആ ദൈവം നൽകുന്നൊരു ഉറപ്പാണ്, നിങ്ങളെ ഞാൻ വഹിക്കുമെന്ന്, നിങ്ങളെ ഞാൻ കാത്തു സൂക്ഷിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ചുമലിലേറ്റി നമ്മളെ രക്ഷിക്കുന്നൊരു ദൈവത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ, ദൈവത്തെ ഇഷ്ടമനുസരിച്ച്, അവിടുത്തെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.